ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ക്ലാസ് 12ൻ്റെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ഇൻ്റഗ്രൽ 1/√(ax² + bx + c dx എന്ന് പറയുന്ന ഫോർമാറ്റിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 പ്രോബ്ലംസ് അതിൻ്റെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇതാണ്. ഇൻ്റഗ്രൽ 1/√(x² + 2x + 2 dx. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഈ x² + 2x + 2, അതായത് 1/√, റൂട്ടിനകത്ത് കിടക്കുന്ന ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ മൂന്ന് ഫോർമാറ്റിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് മാറ്റണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പം ഏതൊക്കെയായിരുന്നു ആ ഫോർമാറ്റ്? 1/√(x² + a², 1/√(x² - a², 1/√(a² - x². ഇത് മൂന്നിലേതെങ്കിലും ഒരു ഫോർമാറ്റിലോട്ട് മാറ്റണമെന്നായിരുന്നു നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫോർമാറ്റിലോട്ട് ഇതിനെ മാറ്റാം. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്: x² + 2x + 2. ഓക്കെ, ഇനി എങ്ങനെ മാറ്റണമെന്നായിരുന്നു നമ്മൾ പഠിച്ചത്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് മാറ്റണം എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ x² + 2x ഇത്രയും വരെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അതിനുശേഷം എന്ത് എഴുതണമെന്നായിരുന്നു പഠിച്ചത്? എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എത്ര? ഇവിടെ 2. 2ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2/2 = 1. അപ്പോൾ 1ൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, മിച്ചമുള്ള 2 അങ്ങനെ തന്നെ നമ്മൾ എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. അതുപോലെ തന്നെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യണമെങ്കിൽ അതിൽ വരേണ്ട കണ്ടീഷൻ എന്താണ്? x² എന്ന് പറയുന്ന, അതായത് കറക്റ്റ് ഓർഡറിലായിരിക്കണം. x² എന്ന് പറയുന്ന ടേമിലായിരിക്കണം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ x²ൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് x² കൂടെയുള്ള നമ്പർ എപ്പോഴും 1 ആയിരിക്കണം. ഈ ഒരു രണ്ട് കണ്ടീഷൻസ് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതേ ഇത്രയും ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്? x + 1² അല്ലേ? ഇതെന്ന് പറയുന്നത് a + b² എക്സ്പാൻഷനാണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഏതാ വരുന്നത്? x. ബിയുടെ സ്ഥാനത്ത് വരുന്നത് 1. നടുക്കത്തെ സൈൻ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എക്സിൻ്റെ, അതായത് എക്സ് ടേം ഉണ്ടല്ലോ, എക്സ് ടേമിൻ്റെ സൈൻ എന്താണോ അതാണ് നമുക്ക് നടുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്കിവിടെ പ്ലസ് വന്നു. ഇനി ബാക്കിയുള്ളത് ഇത്രയും നമുക്ക് സോൾവ് ചെയ്ത് എഴുതാം. മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ, +2 = x + 1² -1 + 2 എത്രയാ? +1. അപ്പോൾ ഇതിനെ നമുക്കൊരു സ്ക്വയർ ടേം ആക്കി എഴുതുമ്പോൾ അത് എന്തായിട്ട് മാറും? x + 1² +1² എന്ന് നമുക്കതിനെ എഴുതാമല്ലോ. ഇപ്പം അത് ഏത് ഫോർമാറ്റിലോട്ടായി? x² + a², x² + a² എന്ന് പറയുന്നൊരു ഫോർമാറ്റിലോട്ടായിട്ടിത് മാറി. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ 1/√(x² + 2x + 2 dx ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ മാറ്റുന്നത്? 1/√, ഈ x² + 2x + 2ന് പകരം നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇത്. അപ്പോൾ അതിനെ നമുക്ക് എഴുതാം x + 1² + 1² dx. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലോട്ടാണ് നമ്മളിപ്പോൾ മാറ്റിയേക്കുന്നത്? ആ റിസൾട്ട് നമുക്കിവിടെ നിന്ന് എഴുതാം. അതായത് ഇൻ്റഗ്രൽ 1/√(x² + a² dx എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ലോഗ് മോഡ് x + √(x² + a² + c. ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നതിനെ ഇതിനെ നമ്മൾ ആ റിസൾട്ടിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? = ലോഗ് മോഡ് x + എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് x + 1. അപ്പോൾ ലോഗ് മോഡ് x + 1 +√(x². അപ്പം ഈ റൂട്ടിനകത്ത് കിടക്കുന്ന സാധനം തന്നെയല്ലേ എഴുതേണ്ടത്? x² + a² തന്നെയല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിനകത്ത് കിടക്കുന്നത് അങ്ങനെ തന്നെ എഴുതുക. x + 1² + 1² + c. ഇവിടം വരെ എഴുതിയാലും നമ്മളുടെ ആൻസർ കറക്റ്റാണ്. ഇനി ദേ
ഈ ഒരു സാധനത്തെ, അതായത് ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2-നെയാണല്ലോ നമ്മളിങ്ങനെ മാറ്റിയത്. അപ്പോൾ ഈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയറിനെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എന്ന് മാറ്റി എഴുതിയാലും നമ്മളുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് എഴുതിയേക്കാം. ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 പ്ലസ് 6. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഇതും നമ്മുടെ ഫൈനൽ ആൻസർ തന്നെയാണ് കേട്ടോ. ഇതിനൊന്ന് ഞാൻ ഒന്ന് രൂപീകരിച്ച് ഇങ്ങനെ ആക്കി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ സാധനം തന്നെ എടുത്തെഴുതിയെന്നേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ 3 പ്രോബ്ലംസും ചെയ്ത അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഈ പ്രോബ്ലവും ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് എഴുതി പഠിച്ചാൽ നമുക്ക് ഓർമ്മയിലിരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചെയ്ത പ്രോബ്ലം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമായിരുന്നു നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്